എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു റംബൂട്ടാൻ അച്ചാറുമായിട്ടാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ഒരു അച്ചാറിടാൻ. നിങ്ങൾ എൻ്റെ ഈ ചാനൽ കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനുവേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഞാനിത് അച്ചാറിടുന്നത്. ഇനിയും നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇതിൽ എണ്ണയൊഴിക്കാം. നമ്മുടെ ചട്ടി ചൂടായിരിക്കുകയാണ്. ഇനി ഞാൻ ഈ അച്ചാറിടാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തുടങ്ങി. ഇനി ഞാൻ ഇതിന് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിരിക്കുകയാണ്. എണ്ണ തിളയ്ക്കുന്നു. നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. എരിവില്ലാത്ത മുളക് പൊടിയാണ്. അത് ഇട്ട് ഇളക്കി. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ റംബൂട്ടാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. എരിവില്ലാത്ത മുളക് പൊടിയാണ്. അത് ഇട്ട് ഇളക്കി. ഇനി കുറച്ച് കായപ്പൊടി കൂടി അതിൽ ചേർക്കുകയാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ റംബൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ സ്വാദിഷ്ടമായ അച്ചാർ ഉണ്ടാക്കാം. നമ്മുടെ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഞാൻ തീ കുറയ്ക്കുകയാണ്. തീ കുറച്ചു. ഇനി നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക. എൻ്റെ ഈ വ്ലോഗ് നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക.